ഇമ്മൻചാതി ഓട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. നമ്മൾ തന്നെ ഇത് ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പം നമ്മുടെ വിഷയം ഇതൊന്നുമല്ല. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മൾ ഇതാ ഈ വീടിനെ റെഡിയാക്കിയിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പഴയ വീട് പൊളിച്ച് റെഡിയാക്കി എടുക്കുന്ന വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. അപ്പം ഇപ്രാവശ്യത്തെ വീഡിയോ നമ്മൾ തുടങ്ങുന്നത്, ഇപ്രാവശ്യത്തെ വർക്ക് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്രാവശ്യം പിന്നെ ഈ കാണുന്ന വീട് കണ്ടോ, ഈ കാണുന്ന വീടിൻ്റെ ഫുൾ ഏരിയയിൽ പിന്നെ നേരത്തെ ഓടിൻ്റെ വർക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ പകുതി ഭാഗം ഓടും, ബാക്കിയെല്ലാം ഷീറ്റുമാണ്. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ഒരു വീടിനെ നമ്മൾ ഫുള്ള്, അതായത് മൊത്തം ഏരിയയിൽ നമ്മൾ പിന്നെ ഏകദേശം വലിപ്പത്തിൽ തന്നെ നമ്മൾ ഓടിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ട. അപ്പോൾ നമ്മൾ ഭിത്തിയുടെ ഹൈറ്റെല്ലാം കുറവായിരുന്നു. അപ്പോൾ ആ ഭാഗത്തെല്ലാം നമ്മൾ ഭിത്തിയും കൂടി കെട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ട് പിന്നെ ഫുള്ള് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പം അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട്. അപ്പം നേരത്തെ ചെറിയ ഏകദേശം നേരത്തെ ഒരു 500-600 ഓടിൽ താഴെയുള്ള ഒരു വർക്കേ ഉണ്ടായിട്ടുള്ളൂ ഈ വീട്ടിൽ. ഇപ്പോൾ ഓടെല്ലാം കുറേ സംഘടിപ്പിക്കേണ്ടിയൊക്കെ വന്നു. അപ്പം മൊത്തത്തിൽ വലുതാക്കുമായിരുന്നു. അപ്പം ആദ്യം തന്നെ നമ്മൾ പൊളിച്ച് സംഭവമെല്ലാം പൊളിച്ചിറക്കി കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭിത്തി കെട്ടാനുള്ളതെല്ലാം കെട്ടി, അതിന് 2 ദിവസം എടുത്തു, 2-3 ദിവസം അതിന് താമസം എടുത്തു. അപ്പോൾ അത് പിന്നെ കെട്ടി ഹൈറ്റാക്കിയിട്ട് റെഡിയാക്കാനുള്ള പരിപാടിയാണ്. നമ്മളെ ഇവർ വിളിച്ചിട്ട് വീട് കാണിച്ചിട്ട് ഇതിനെ റെഡിയാക്കി തരണം, ഈ ഭാഗം പൊളിച്ച് പിന്നെ ഇതുപോലെ തന്നെ അതേ കണ്ടീഷനിൽ തന്നെ ആക്കി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ വിളിച്ചിട്ട് വരാം. നമ്മൾ പിന്നെ നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടേതായ ഒരു ഐഡിയ എന്തായാലും നമ്മൾ പറയും. അത് പറഞ്ഞിട്ടേ നമ്മൾ വർക്ക് തുടങ്ങുള്ളൂ. അപ്പം അവർക്കത് മിക്ക സ്ഥലങ്ങളിലും തന്നെ നമ്മൾ പറഞ്ഞത് കൺവിൻസ് ചെയ്ത് റെഡിയാക്കി എടുക്കലുണ്ട്. അപ്പം നമ്മുടേതായ ഒരു ഐഡിയയും കാര്യങ്ങളും പറഞ്ഞപ്പോൾ അത് അവർക്ക് യോജിച്ചു. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം ആ ഒരു ചെറിയ ഏരിയയിലേ ഓടുണ്ടായിട്ടുള്ളൂ. ബാക്കി ഭാഗത്ത് മൊത്തം ആസ്പെറ്റോസ് ഷീറ്റാണ് ഉണ്ടായത്. അപ്പോൾ അവർ പറഞ്ഞു ആസ്പെറ്റോസ് ഇട്ട ഭാഗത്ത് ഒന്നാമതേ ഹൈറ്റ് ഇല്ല റൂമിന്, പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ആസ്പെറ്റോസ് തന്നെ ഇട്ട് തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പം പിന്നെ ഹൈറ്റ് കുറവാന്ന് പറഞ്ഞു. ഒരു കല്ലും കൂടി ഹൈറ്റ് കൂട്ടി വെക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു കല്ലും കൂടി ഹൈറ്റ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ ചെരുവിൻ്റെ എല്ലാം ഇഷ്യൂ വരില്ലേ. അപ്പം പിന്നെ ലീക്കിൻ്റെ പ്രശ്നം പിന്നെ മാറുകയില്ല, ഉള്ള സ്ലോപ്പ് വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് നിർബന്ധമാണ്, അങ്ങനെ നമുക്ക് മൊത്തം മാറ്റിയിട്ട് മൊത്തത്തിൽ കട്ട കെട്ടി, ഏതായാലും നിങ്ങളൊരു കട്ട കെട്ടാൻ മെനക്കെടുന്നുണ്ട്, 2 ദിവസം താമസിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ എന്നാൽ പിന്നെ മൊത്തത്തിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് മെനക്കെടാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു. അപ്പം ചിലവ് വലിയ അധികം കുഴപ്പമില്ല, ഓട് അവർ തന്നെ പഴയ ഓടൊക്കെ സംഘടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പഴയ ഓടൊക്കെ ആകുമ്പം തന്നെ വലിയ റേറ്റ് കൂടുതലല്ലോ. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ചെറിയ റേറ്റിൽ തന്നെ ഓടെല്ലാം റെഡിയാക്കി കഴുകി തരാമെന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷെ കഴുകാനുള്ള സെറ്റപ്പ് വെള്ളത്തിന് ലേശം ഇഷ്യൂ. അപ്പം വെള്ളം കുറവായതുകൊണ്ട് തന്നെ കഴുകലൊന്നും നടക്കും തോന്നില്ല അവിടെ. അപ്പോൾ അവർ പറഞ്ഞു ഓടെല്ലാം കഴുകി നടക്കാത്തതുകൊണ്ട് ഫുള്ള് തുടച്ച് വൃത്തിയാക്കി റെഡിയാക്കി തന്നെ അവർ തന്നെ, എല്ലാം പാർട്ടിയെല്ലാം റെഡിയാക്കി തന്നെ. കാരണം ആകെ 500 ഓടെ ആ വീട്ടിലുണ്ടായില്ലോ. ബാക്കി ഇതിപ്പം 1800 ഓടിൻ്റെ വർക്ക് വന്നു. അപ്പോൾ അത്രയും വന്നപ്പോഴത്തേക്കും പിന്നെ അത്രയും ഓട് സംഘടിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ ഓട് സംഘടിപ്പിക്കാന്ന് പറഞ്ഞാൽ പഴയ ഓട് സംഘടിപ്പിച്ച് വന്നപ്പോഴത്തേക്കും ചെറിയ പൈസ, ഓടിന് ചെറിയ പൈസയാവുള്ളൂ. അതിൻ്റെ വണ്ടിക്കൂലി, ചുമട്ടുകൂലി, വൃത്തിയാക്കൽ എല്ലാം കൂടി വന്നപ്പോഴത്തേക്കും കുറച്ച് റേറ്റ് വന്നു. അല്ലാണ്ട് വേറെ അധികം എക്സ്പെൻസ് ഒന്നും പറയാൻ പറ്റില്ല. പുതിയ ഓടാണെങ്കിൽ തന്നെ ഒരു 1000 ഓട് പുതിയത് വാങ്ങുമ്പോഴത്തേക്ക് ഒരു 30,000 രൂപ ബഡ്ജറ്റ് വരും. അപ്പം അത്രയും ബഡ്ജറ്റ് എന്തായാലും വന്നിട്ടില്ല എക്സ്ട്രാ. അപ്പം അതെല്ലാം അവർ റെഡിയാക്കി തരുക ചെയ്തിട്ടുണ്ടായി. പിന്നെ വളരെ ചില ആൾക്കാർ മാത്രമേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അങ്ങനൊന്നും പറ്റൂല, അത് ഭയങ്കര സംഭവമാണെന്നെല്ലാം ചിന്തിച്ച് പറയുമ്പോൾ ആൾക്കാർക്ക് അതൊരു ഇതാവില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് പിന്നെ നമ്മൾ കൂടുതൽ തർക്കിക്കാനും നിൽക്കില്ല. നമ്മൾ പറഞ്ഞാൽ നമ്മളെ രീതിക്ക് നിൽക്കുന്ന ആൾക്കാർ, പിന്നെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ചില ആൾക്കാർക്ക് നീ നിൻ്റെ രീതിക്ക്, അതായത് നമുക്കൊരു വർക്ക് കാണിച്ചിട്ട് നിങ്ങളെ വർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ചെയ്തോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് നോക്കാൻ നമുക്കൊരു താല്പര്യം കൂടുതലുണ്ടാവും. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ ഈ വർക്കിൻ്റെ അത് നമ്മൾ ഒരു എളുപ്പപ്പണിയും കൂടി കാണിച്ചിട്ടുണ്ട്. സാധാരണ എല്ലാവരും സെൻറ്റർ ഉത്തരം വെച്ച് കഴിഞ്ഞാൽ നേരെ 4 കോടിയാണ് വെക്കുക. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം കാണിച്ചു കേട്ടോ, കോടി വെക്കുന്നതിന് പകരം ആദ്യം തന്നെ 2 സൈഡിലോട്ടും കഴുക്കോൽ അങ്ങ് സെറ്റ് ചെയ്ത് സെൻറ്റർ ഉത്തരം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കഴുക്കോലുകൾ റെഡിയാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലെവൽ നോക്കി തൂക്കമൊക്കെ നോക്കി അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുകൊടുത്ത് നിർത്തേണ്ട ആ ഒരു പരിപാടിയും ആവശ്യമില്ല. അത് ലെവൽ ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കോടി വെക്കാനൊരു പ്രശ്നമില്ല. കോടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുകയോ പിടിക്കുകയൊന്നും ചെയ്യില്ല. നമ്മൾ കൂടുതലും അങ്ങനെ അത്യാവശ്യം സ്ഥലങ്ങളിലെല്ലാം, മിക്ക സ്ഥലങ്ങളിലും തന്നെ നമ്മൾ അങ്ങനെയാണ് രണ്ടാമതാണ് കോടി വെക്കൽ. മിക്കവരും കോടിയായിരിക്കും ആദ്യം തന്നെ വെക്കൽ. അപ്പം നമ്മൾ ആ സംഭവം തന്നെ ആദ്യം തന്നെ ഒഴിവാക്കിയിട്ട് പിന്നെ കോടി രണ്ടാമത് വെക്കാൻ നോക്കും. അപ്പം പിന്നെ കുത്തുകൊടുത്ത് നിർത്തണ്ട, അതാണ് മെയിൻ ഉദ്ദേശം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോകുന്നതോ ഒരു സൈഡിലോട്ട് വലിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഒരു സൈഡിൽ കോടി കയറ്റുമ്പോഴത്തേക്കും മറു സൈഡ് ചിലപ്പോൾ മറിഞ്ഞ് വലിഞ്ഞു വരുന്ന പ്രശ്നങ്ങളൊക്കെ പല സ്ഥലത്തും ഉണ്ടാകാറുണ്ട്. അപ്പം പിന്നെ അത് രണ്ടാമത് ലെവലാക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പിന്നെ ആദ്യം തന്നെ
ഈ ഉത്തരം കഴുക്കോലം നോക്കും. കഴുക്കോൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ 2 സൈഡിലും ലെവൽ ചെയ്ത് ആദ്യം തന്നെ ഒറ്റ ലെവലിങ്ങിൽ തന്നെ സംഭവം തീരും. പിന്നെ വലിഞ്ഞു പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പിന്നെ കഴുക്കോലിൻ്റെ എണ്ണം കുറവാണെങ്കിലൊക്കെ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. മോന്തായത്തിൻ്റെ നീളം കുറഞ്ഞു കഴിഞ്ഞാലൊക്കെ അതൊക്കെ വെക്കൽ ലേശം ബുദ്ധിമുട്ടായിരിക്കും. ഇത് കുറച്ചധികം ഏരിയ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ വർക്ക് നമ്മൾ വളരെ സ്പീഡിൽ, അതായത് പിന്നെ പൊളിച്ചിറക്കി വിത്തി കെട്ടിക്കഴിഞ്ഞ് മൊത്തത്തിൽ 3 ദിവസം കൊണ്ട് ഫുള്ള് ഓടിൻ്റെ ഫുള്ള് വർക്കും തീർത്ത ഒരു വർക്കാണ്. 2 ദിവസം കൊണ്ട് പിന്നെ കഴുക്കോല് പട്ടികയെല്ലാം അടിച്ച് തീർത്ത് പിന്നെ ഓടും നിരത്തി കഴിഞ്ഞു. 3-ാം ദിവസം നമ്മൾ ഫുള്ള് ഫിനിഷ് ആക്കിയിട്ടുള്ള വർക്കാണ്. ഓടിൻ്റെ മൂലയും സിമെൻറ്റ് അടക്കം വെച്ചിട്ട് പോയ വർക്കാണ്. അതായത് സ്പീഡിൽ, അതായത് പിന്നെ ഈ നാട്ടിലെല്ലാം പെട്ടെന്നൊരു മഴയുടെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. മഴയുടെ ഒരു കാലാവസ്ഥക്ക് പെട്ടെന്ന്, അതായത് പൊളിക്കുന്ന സമയത്തൊന്നും ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ പൊളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കാലാവസ്ഥയ്ക്ക് ഒരു ചേഞ്ച്. അപ്പം പിന്നെ അത് പറഞ്ഞ പോലെ തന്നെ പിന്നെ വർക്ക് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസമല്ല 2 ദിവസത്തെ ഗ്യാപ്പിൽ തന്നെ ഫുള്ള് നമ്മുടെ നാട്ടിലെല്ലാം നല്ല മഴ. നമ്മുടെ നാട്ടിലല്ല, കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും തന്നെ മഴ കിട്ടിയിട്ടുണ്ട്. അതിന് തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. ഈ വർക്കിന് വേണ്ടി നമ്മൾ മൊത്തത്തിൽ പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന പിന്നെ മെയിനായിട്ടുള്ള സാധനങ്ങൾ കഴുക്കോലെല്ലാം 3 കഴുക്കോല് പട്ടിക ബീം കാര്യങ്ങളെല്ലാം 3 പൈപ്പാണ്. പട്ടികയായിട്ട് നമ്മൾ മൊത്തം 3/4 പൈപ്പാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് സാധാരണ തന്നെ ഓടിൻ്റെ ചെറിയ വീടുകളിലെല്ലാം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ 3/4 ചെയ്യൽ. പിന്നെ സെറാമിക് ഓടും പിന്നെ അത്യാവശ്യം വലിയ വലിപ്പമുള്ള വീടുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ 1 ഇഞ്ചിൻ്റെ പട്ടിക യൂസ് ചെയ്യാറുണ്ട്. ചെയ്യുമ്പോൾ എല്ലാം 16 kg പൈപ്പ് യൂസ് ചെയ്യുന്നു മാത്രം. 18ൻ്റെ പൈപ്പ് പരമാവധി ഒഴിവാക്കും. 16ൻ്റെ പൈപ്പ് തന്നെ എല്ലായിടത്തും യൂസ് ചെയ്യുന്നു മാത്രം. കാരണം 18ൻ്റെ ഓടിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ. പിന്നെ ഇങ്ങനെയുള്ള വീടുകളൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു മാക്സിമം ഒരു 15-20 വർഷമൊക്കെ ചിന്തിച്ചാൽ മതി. അപ്പോഴത്തേക്കും വീട്ടിൽ എന്തെങ്കിലും റെനോവേഷനോ കാര്യങ്ങളൊക്കെ ചെയ്യും. ഓവർ കോസ്റ്റിന് വേണ്ടിയിട്ട് കുറേ മുടക്കിയിട്ട് 1 ഇഞ്ച് പട്ടികയൊക്കെ ഇട്ടിട്ടും പ്രത്യേകിച്ച് കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം പഴയ വീട് നിലനിർത്തിയെടുക്കുക എന്നുള്ളതാണ് പലരുടെ ആവശ്യം. അതിങ്ങനെ കൊണ്ടുപോയി ഒരു 20 വർഷം കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒന്നെങ്കിൽ പൊളിച്ച പുതിയ വീട് പണിയും. പഴയ ഒരു 50 വർഷമൊക്കെ പഴക്കമുള്ള വീടുകളായിരിക്കുമല്ലോ ഇങ്ങനെയുള്ളത്. അപ്പോൾ അതിന് വേണ്ടി അത്രയൊക്കെ ആൾക്കാർ പിന്നെ ലാസ്റ്റിങ് ചിന്തിക്കുന്നുള്ളൂ. അതിൽ കൂടുതലൊന്നും ചിന്തിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പതിവിൽ നിന്ന് വിപരീതമായി ഈ വേനൽക്കാലത്ത് നല്ല അടിപൊളി തണൽ കാര്യങ്ങളൊക്കെ കിട്ടിയ ഒരു സൈറ്റാണ്. കണ്ടോ, നല്ലൊരു മലമുകളിലുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ചുറ്റിലും മരങ്ങളും കാര്യങ്ങളും തെങ്ങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല അടിപൊളി വ്യൂ, നല്ല സുഖം കിട്ടിയ കാറ്റ്. വെയിൽ വളരെ ചുരുങ്ങിയ സമയങ്ങളിൽ മാത്രമേ നമ്മൾ ഈ ചെയ്യുന്ന സ്ഥലത്ത് വെയിലുണ്ടോ. അത് എന്നാൽ തന്നെ ചെറിയൊരു അധികം ഇതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് നല്ല സുഖം, പണിയെടുക്കാൻ എളുപ്പമുണ്ട്, അതിന് സ്പീഡുണ്ട്, അധികം ക്ഷീണങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഈ മരങ്ങളൊക്കെ മുറിച്ച് കളയുന്നവരൊന്ന് ശ്രദ്ധിക്കുക. മരങ്ങളൊക്കെ വീടിൻ്റെ അടുത്ത് സംഭവം ശരിയാന്ന്, ഒടിഞ്ഞു വീണാലൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ കിടന്നുറങ്ങാനൊക്കെ എന്തൊരു സുഖമായിരിക്കും തരാം. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെയുള്ള സാധാ ഓടിൻ്റെ വർക്കുകൾ എപ്പോഴും നല്ലതായിരിക്കും. ഈ സെറാമിക് ഓട് അതുപോലെ വാർപ്പ് വീടിനെയൊക്കെ അപേക്ഷിച്ച് എത്രയോ സുഖമായിട്ട് കൂളിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഇതുപോലെയുള്ള ചെറിയ വീടുകളിലായിരിക്കും. അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ മൊത്തം പട്ടികയുടെയും കാര്യങ്ങളെല്ലാം പണി കഴിഞ്ഞിട്ട് നമ്മൾ മൊത്തം പിന്നെ പ്രൈമർ വെൽഡ് ചെയ്തെടുത്തെല്ലാം ഫുള്ള് ടച്ച് ചെയ്ത് കാര്യങ്ങളെല്ലാം ഫില്ലായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചെയ്യാത്തവരും ഉണ്ട്, ചെയ്യുന്നവരുണ്ട്. 2 രീതിയിലും ചെയ്യുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും അങ്ങനെ ചെയ്യൽ ഇല്ല എന്നാണ് പൊതുവെ അഭിപ്രായം. കാരണം റേറ്റ് എല്ലാം കുറച്ച് പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും തട്ടിക്കുട്ടി വെച്ച് പോകുന്ന ആൾക്കാർ വളരെയധികം കൂടുതൽ നമ്മുടെ ഫീൽഡിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. കാരണം പലരും റേറ്റിലും മത്സരിച്ച് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ റേറ്റിൽ മത്സരിച്ച് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി വെക്കുക എന്നുള്ളതൊക്കെയാണ് പലരുടെയും രീതി. അപ്പോൾ ഈ റേറ്റ് കുറഞ്ഞൊക്കെ വർക്ക് കൊടുക്കുമ്പോൾ അങ്ങനെയുള്ളതും കൂടി ഒന്ന് ചിന്തിക്കണം. എങ്ങനെയാണ് ഇവർ ചെയ്തിട്ട് പോകുന്നത്, ഏത് ഗേജിലുള്ള പൈപ്പ് യൂസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ പാർട്ടികൾക്ക് എല്ലാവർക്കും ഒന്നും മനസ്സിലാകുന്നുള്ളൂ. ഇപ്പം കുറേ ആളുകൾക്കൊക്കെ മനസ്സിലാകും, പക്ഷേ ചിലവർക്കൊന്നും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. ആര് റേറ്റ് കുറച്ച് പറയുന്നു അവർക്ക് വർക്ക് കൊടുക്കുന്നു എന്നല്ലാണ്ട് അതിൽ കൂടുതലൊന്നും ആൾക്കാർ ചിന്തിക്കുന്നേ ഇല്ല. ഇപ്പം എങ്ങനെ എത്രയും കുറഞ്ഞ രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, അത് നല്ലതായിരിക്കും. പിന്നെ നമ്മളിത് ആദ്യം പറഞ്ഞൊരു ഓട് കണ്ട, ഇത് ഗ്ലാസ് ടൈപ്പ് ഓട്. ഈ വീട് പൊളിച്ചപ്പം കിട്ടിയൊരു ഓടാണ്. ഇങ്ങനത്തെ ഓടൊന്നും ഇപ്പം അങ്ങനെ കാണാനേ ഇല്ല. നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണ് ഇങ്ങനത്തെ ഓട് കേട്ടോ. ഇങ്ങനെയുള്ളവർ കണ്ടിട്ടുണ്ടോ അവരൊന്ന് കമൻറ്റ് ചെയ്യുമോ. ഇത് എവിടെ നിന്ന് കിട്ടും, എത്ര റേറ്റ് കിട്ടും. ഈ ഏരിയയിലൊക്കെ ഞാൻ അന്വേഷിച്ചു, നമുക്ക് ഇവിടെ ഒന്നും കിട്ടാനില്ല. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആളുകൾ എവിടെ നിന്നാണ് കിട്ടുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഓട് സപ്ലൈ ചെയ്യുന്ന ടീമുകളാണെങ്കിലും ഇങ്ങനത്തെ ഓടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. കാരണം ഇപ്പോൾ ഇത് വെളിച്ചം കയറാൻ വേണ്ടി ഗ്ലാസ്സാണ് ഇപ്പം കൂടുതൽ ഏരിയയിലും കട്ട് ചെയ്യുന്നത്. അപ്പം കറക്റ്റ് അളവിലുള്ള ഓട് കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ ഇട്ടാൽ മതിയല്ലോ. അങ്ങനെ ഒന്ന് ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഓടുകൾ പിന്നെ പതിവ് പോലെ എറിഞ്ഞു പിടിക്കലും പരിപാടിയൊക്കെയാണ് ഓടിൻ്റെ പരിപാടി. ഓട് പിന്നെ പഴയ ഓടായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം തിരിഞ്ഞെടുക്കലും ഒക്കെ ഒരു റിസ്ക്കാണ്. കാരണം പിന്നെ എങ്ങനെയാണെങ്കിലും ഒരേ കമ്പനി എല്ലാം ഈ A1ൻ്റെ
ഓടാണ് കൂടുതലും. പക്ഷേ A1 തന്നെ 10 തരത്തിലുള്ള A1 ഉണ്ട് എന്നുള്ളത് കുറേ പേര് ഇവിടെയുള്ളവർ തിരിഞ്ഞു വെച്ചിന്. അതൊന്നും ശരിയായില്ല. പിന്നെ നമ്മൾ തന്നെ വീണ്ടും തിരിഞ്ഞ് എടുക്കും. കാരണം വീട്ടുകാർക്ക് എപ്പോഴും നമ്മളെ എങ്ങനെയെങ്കിലും കുറച്ച് സന്തോഷിപ്പിക്കാൻ വേണ്ടി, അങ്ങനെയല്ല, അവർക്ക് പെട്ടെന്ന് അത് തീർക്കാൻ വേണ്ടി അവർ തിരിഞ്ഞൊക്കെ വെക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതിനെ കൊണ്ടായിട്ടില്ല. നമ്മൾ തന്നെ വീണ്ടും തിരിഞ്ഞെടുക്കുകയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായത്. അതാണ് ഈ പഴയ ഓടിൻ്റെ ഒരു പ്രത്യേകത. പുതിയ ഓടാകുമ്പോൾ പിന്നെ ഒന്നും ചിന്തിക്കണ്ട. പുതിയ ഓട് പിന്നെ ലീക്ക് വരുന്നതെന്നാണ് പലരും പറയുന്നത്. പക്ഷേ ലീക്കിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒറ്റ കോട്ട് പെയിൻ്റ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഒരു പെയിൻ്റ് അടിച്ചില്ലെങ്കിലും ഒരു മഴക്കാലം കഴിയുമ്പോഴത്തേക്കും സംഭവം ഓക്കെയാണ്. ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. അപ്പം നമ്മുടെ വർക്ക് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഒരു മൂലയ്ക്കും കൂടി സിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഫുള്ള് തീരും. അപ്പം ബാക്കി ഏരിയയിലെ വർക്കുകളെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയി. നമുക്ക് മഴയ്ക്ക് മുന്നേ തന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ വർക്കുകൾ ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കും വീട്ടുകാർക്കും ഒത്തിരി സന്തോഷം വന്നൊരു വർക്കായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ വർക്കിന് മൊത്തത്തിൽ വന്നിരിക്കുന്ന ചിലവ്, അതായത് പഴയ ബോർഡൊക്കെ ഞങ്ങൾ സംഘടിപ്പിച്ചതിൽ അടക്കം വന്നിരിക്കുന്ന ചിലവ് 1,50,000 രൂപ. അതായത് 1,50,000 രൂപയാണ് ഈ വർക്കിന് ഫുള്ളായിട്ട് ചിലവ് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഓട് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഓട് കഴുകിയിട്ടില്ല, വൃത്തിയാക്കൽ എല്ലാം പെട്ടിട്ടുണ്ട്. കാരണം പ്രൈമർ കാര്യങ്ങൾ എല്ലാം പെട്ടിട്ടുണ്ട്. പിന്നെ ഭിത്തി കെട്ടാനുള്ള ചിലവ് വന്നിട്ടുണ്ട്. പിന്നെ കട്ടയുടെ കുറച്ച് പൈസയും കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട്. അത് പിന്നെ കുറച്ചധികം വരുന്നുണ്ട്. കാരണം എല്ലാ സ്ഥലത്തും ഇതേപോലെയുള്ള ഒരുപോലെ ആയിരിക്കുമല്ലോ കട്ട. അപ്പോൾ അതിൻ്റെ റേറ്റ് നമുക്ക് പെട്ടെന്ന് പറഞ്ഞൊപ്പിക്കാൻ പറ്റില്ല. അത് പല സ്ഥലത്തും പല രീതിയിലാകും. അപ്പോൾ അതിൻ്റെ റേറ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അല്ലാതെ ബാക്കി ഭാഗത്തുള്ള റേറ്റുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ആൾക്കാർ ഇതിനെക്കുറിച്ചുള്ള കമൻറ്റുകളൊന്ന് അറിയിക്കുക കേട്ടോ. പിന്നെ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് തോന്നിയ ഈ വീട് ഈ കണ്ടീഷൻ ചെയ്യണമെന്നൊക്കെ ഉള്ള, അതോ പഴയ രീതിയിൽ തന്നെ ഇരുന്നാൽ മതിയാന്നൊക്കെയുള്ള രീതികളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.